അപൂർവ ഇനം സസ്യങ്ങളും പക്ഷികളും കൊണ്ട് സമ്പന്നമായൊരു സ്പോട്ടുണ്ട് ആലപ്പുഴയിൽ. പക്ഷികളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവരുടെ സ്വർഗം എന്ന് പറയാവുന്ന ചങ്ങരം പാടശേഖരമാണിത്. ചങ്ങരത്തെ വേണ്ട രീതിയിൽ പദ്ധതികൾ കൊണ്ടുവന്ന് ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കണമെന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ പ്രത്യേകത നമുക്ക് നേരിലൊന്ന് നോക്കാം. അപ്പോൾ നിതിൻ അംബുജന്റെ റിപ്പോർട്ടാണ് ഇനി. ചങ്ങരത്തേക്കാണ് അടുത്ത യാത്ര. റൈഡിംഗ് റിപ്പോർട്ടറുടെ ഇന്നത്തെ യാത്ര എത്തിയിരിക്കുന്നത് എറണാകുളത്തിന്റെയും ആലപ്പുഴയുടെയും അതിർത്തിയായ അരൂർ കോടാംതുരുത്ത് ഗ്രാമത്തിലെ ചങ്ങരം പാടശേഖരത്താണ്. നല്ലൊരു വൈകുന്നേരം ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ ഇനി ചങ്ങരം പാടശേഖരത്തെ വിശേഷങ്ങൾ കാണാം. എറണാകുളം നഗരത്തിൽ നിന്ന് 1 മണിക്കൂർ സഞ്ചരിച്ചാലെത്താം ദേശാടന പക്ഷികളുടെ പറുദീസയായ ചങ്ങരത്തേക്ക്. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വിശാലമായ പൊക്കാളിപ്പാടത്ത് മഴ മാറിയാൽ ദേശാടന പക്ഷികൾ പറന്നെത്തും. വൈവിധ്യമേറിയ പക്ഷികൾ വന്നെത്തുന്ന പ്രദേശമായി വനം വകുപ്പ് കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ പ്രധാന സ്പോട്ടുകളിലൊന്നാണ് എഴുപുന്നയിലെ ചങ്ങരം. ചങ്ങരത്തിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ദേശാടന പക്ഷികൾ തന്നെയാണ്. നമുക്ക് സീസൺ ടൈമിൽ നമ്മൾ പെലിക്കൻസ്, ഫ്ലമിംഗോസ് പോലത്തെ പക്ഷികൾ ഇഷ്ടംപോലെ ഇവിടെ കാണാൻ സാധിക്കും. പെലിക്കൻസ് ഞങ്ങൾ കഴിഞ്ഞ ഇയറിൽ ഏകദേശം 100 കണക്കിന് പെലിക്കൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ വർണ്ണക്കൊക്കുകൾ, പിന്നെ അതുതരം പലതരം റെയർ ആയിട്ടുള്ള ഒരുപാട് ബേർഡ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് മെയിനായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി. ഇതാണ് ഇവിടെ നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് ക്രൗഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ജോലിയിൽ നിന്ന് നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാനൊക്കെ വന്ന് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ ഏരിയയാണ് ഇവിടെ. ചങ്ങരത്തിനടുത്തുള്ള ചെല്ലാനം വലിയപുഴി കായലിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര ചെയ്യുന്നത്. ചെറിയ ബോട്ടിലാണ് ഇനി നമ്മുടെ യാത്ര. പേരെങ്ങനെ ചേട്ടൻ? എൻ്റെ പേര് രാജു. ചേട്ടനാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. എവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്? പള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ പോകുന്നത്. പള്ളിത്തോട്, അതായത് നമ്മൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമല്ലേ? അത് തന്നെ, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. പുറമെ ആളുകളൊക്കെ വരാറുണ്ട് ഇങ്ങോട്ടേക്ക്? ഒത്തിരി ഗസ്റ്റുകൾ വരാറുണ്ട്. ഇങ്ങനത്തെ ബോട്ടിലാണ് ഇതല്ല കൂടുതലും യൂസ് ചെയ്യണ ഒരു 30 സീറ്റിൻ്റെ ബോട്ടാണ് യൂസ് ചെയ്യണത്. ഈ ചെല്ലാനം വലിയപുഴി കായൽ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. തൊട്ടപ്പുറമുള്ള ഈ ഒരു പ്രദേശം അത് എറണാകുളം ജില്ലയുടെ പ്രദേശമാണ്. ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് ഭാഗമാണ്. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് നമുക്ക് കാണാം. ചങ്ങരം പാടശേഖരത്തുന്നവർ നിർബന്ധമായും ഇതുപോലുള്ള ബോട്ടിൽ സഞ്ചരിച്ച് ഇവിടുത്തെ കാഴ്ചകൾ കാണണം. തുറവൂർ, ചെല്ലാനം, കുറ്റ്യാത്തോട് പഞ്ചായത്തുകൾക്കിടയിലാണ് ഈ അതിമനോഹരമായ വലിയപുഴി കായൽ. ഇതിലെ വൈകുന്നേരങ്ങളിലെ കാഴ്ചകളെല്ലാം അതിമനോഹരമാണ്, ശാന്തമാണ്, സുന്ദരമാണ്. ഒരു ഗംഭീര വൈകുന്നേരങ്ങൾ ആസ്വദിക്കാൻ പറ്റിയ സ്പോട്ട് കൂടിയാണ് ചങ്ങരം പാടശേഖരവും അതോടൊപ്പം തന്നെ വലിയപുഴി കായലും. ഇതുവരെയുള്ള ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടതാണ് കുമ്പളങ്ങി നൈസിൽ സൗബിൻ ഷാഹിറും അതോടൊപ്പം ഷെയ്ൻ നിഗമും താമസിച്ച വീടാണിത്. ഇത് കാണുമ്പോൾ ഒറിജിനലായി തോന്നും, പക്ഷേ സംഭവം സെറ്റാണ്.
വിവിധ കാലങ്ങളിലായി 210-ലധികം ഇനങ്ങളിൽപ്പെട്ട പക്ഷികൾ ചങ്ങരത്തെത്താറുണ്ട്. വിദേശ രാജ്യങ്ങളിലെ പക്ഷിസ്നേഹികളെ പോലും ആകർഷിക്കുന്ന ഇവിടം വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കണമെന്നാണ് ആവശ്യം. ചങ്ങരം ഒരു പക്ഷി സങ്കേതമാകുകയും അതിനോടൊപ്പം തന്നെയുള്ള പ്രദേശങ്ങൾ, അതായത് കുത്തിയതോടിലെ തഴുപ്പ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ അവർക്കൊരു ചെല്ലാനം ഹാർബറുണ്ട്. എഴുപുന്നയിലാണെങ്കിൽ കാക്കത്തുരുത്ത് ദ്വീപ്, നീണ്ടകര എന്നീ പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ടൂറിസത്തിന് വളരെ പൊട്ടൻഷ്യലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് എഴുപുന്നയുടെ തന്നെ ഒരു സമഗ്രമായൊരു ടൂറിസം വികസനമാണ് നമ്മൾ ലക്ഷ്യപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ചങ്ങരം ട്രെൻഡായതോടെ നഗരത്തിരക്കുകൾ ഒഴിവാക്കി സായാഹ്നം ആസ്വദിക്കാൻ എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. ചങ്ങരത്തെ ഇഷ്ടപ്പെട്ടു വരുന്നവരെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം അപൂർവ സസ്യങ്ങളുടെ സ്വർഗ്ഗഭൂമിയെ മലിനമാക്കരുതെന്ന അഭ്യർത്ഥനയാണ് നാട്ടുകാർക്കുള്ളത്. VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24 കൊച്ചി. അപ്പോൾ എന്ത് രസമുള്ള കാഴ്ചകളാണല്ലേ. അപ്പോൾ അങ്ങോട്ടൊരു യാത്ര അത് മറക്കണ്ട, നമ്മുടെ ലിസ്റ്റിൽ വച്ചോളൂ.